ഹലോ, പെട്ടെന്നൊരു പാർട്ടിയിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണിത്. അപ്പോൾ വെറും 2 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നുള്ള പാർട്ടികളിലും പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലെല്ലാം മുഖം ഒന്ന് ഡള്ളായിട്ടല്ല ഉള്ളതെങ്കിൽ ഒന്ന് മുഖം തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് 1 ടേബിൾ സ്പൂണോളം തൈര് എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. ഞാനിവിടെ നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക. ഈ തൈര് എന്ന് പറയുന്നത് നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമ്മുടെ മുഖത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരുപാട് സഹായിക്കും. അപ്പോൾ 2 മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങളൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കഴുകിക്കളയുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാക്കിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളത് എടുക്കാം. പക്ഷേ ബ്രൂ കോഫി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ബ്രൂ കോഫിക്കാണ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ബ്രൂ കോഫിക്കാണെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഈ അരിപ്പൊടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി നമുക്ക് നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പച്ചരീൻ്റെ പൊടി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കൊന്നും ചെയ്യാത്ത പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം പച്ചരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പുട്ടിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തരിതരിപ്പുള്ള പൊടിയല്ല എടുക്കേണ്ടത് ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഫേസിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമ്മൾ ഫേസിൽ വെക്കുക. അല്ലെ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിതൊന്ന് ഫേസിലേക്ക് വെക്കുക. 25 മിനിറ്റിന് ശേഷം മാത്രം നമ്മളിത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്ത് വേണം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്നും ഡ്രൈ ആയിട്ടില്ലെങ്കിലും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ചില ഭാഗമൊന്നും നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് കഴുകിയെടുക്കുന്നതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് 24 ഹവേഴ്സ് മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്കിതൊരു പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ലൊരു ഫേസ് പാക്കാണ്. മുഖം നല്ലോണം തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസ് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും സഹായിക്കും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.